വേറ്റിവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ലൈറ്റ് എന്ന സിലബസിലെ ഭാഗത്തു നിന്നുള്ള 5ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. റിഫ്രാക്റ്റീവ് എറർ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മയോപ്പിയ ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ്: എ ലോങ് സൈറ്റഡ്നെസ്, ബി ഷോർട്ട് സൈറ്റഡ്നെസ്, സി ഹാഫ് സൈറ്റഡ്നെസ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? മയോപ്പിയ എന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്. അതായത് നമുക്ക് അടുത്തുള്ളത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ലോങ്ങിലേക്കാണ് ഡിഫിക്കൽട്ടി വരിക. ഈ ലോങ് സൈറ്റഡ്നെസ് എന്താണ്? നമ്മൾ ഹൈപ്പർമെട്രോപ്പിയനെ പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഷോർട്ട് സൈറ്റഡ്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മയോപ്പിയ ഈസ് എ ടൈപ്പ് ഓഫ് റിഫ്രാക്റ്റീവ് എറർ ഇൻ വിച്ച് പാരലൽ റേസ് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി ആർ ഫോക്കസ്ഡ്. ഓപ്ഷൻസ്: എ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന, ബി ബിഹൈൻഡ് ദി റെറ്റിന, സി ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർണിയ, ഡി ബിഹൈൻഡ് ദ കോർണിയ. ആൻസർ എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ മയോപ്പിയക്ക് പറയുന്ന ഡെഫിനിഷനാണിത്. മയോപ്പിയ ഈസ് എ ടൈപ്പ് ഓഫ് റിഫ്രാക്റ്റീവ് എറർ ഇൻ വിച്ച് പാരലൽ റേസ് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി ആർ ഫോക്കസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. ഇൻ ഫ്രണ്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത് റെറ്റിനയുടെ. ബീങ് അക്കോമഡേഷൻ ആൻഡ് റെസ്റ്റ് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ഓർത്തിരിക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹൈപ്പർമെട്രോപ്പിയിൽ എവിടെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്? ബിഹൈൻഡ് ദ റെറ്റിന ആയിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാർ പോയിന്റ് ഓഫ് മയോപ്പിക് ഐ ഈസ്. ഓപ്ഷൻസ്: എ ഫൈനൈറ്റ് പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ, ബി എ ഫൈനൈറ്റ് പോയിന്റ് ബിഹൈൻഡ് ദ ഐ, സി അറ്റ് ഇൻഫിനിറ്റി, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ നിയർ പോയിന്റ്, ഫാർ പോയിന്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ മയോപ്പിക് ഐയുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എ ഫൈനൈറ്റ് പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ. ബാക്കി ഹൈപ്പർമെട്രോപ്പിയുടെ ഫാർ പോയിന്റ് എന്തായിരുന്നു, അതുപോലെ നമ്മൾ എമ്മെട്രോപ്പിയുടെ ഫാർ പോയിന്റ് എന്തായിരുന്നു എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മുമ്പുള്ള ക്ലാസ്സുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മളിതിലിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നും കൂടെ നോക്കാമല്ലോ. അപ്പോൾ ഹൈപ്പർമെട്രോപ്പിയുടെയും എമ്മെട്രോപ്പിയുടെയും ഫാർ പോയിന്റ് എന്നാന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസീവ് അക്കോമഡേഷൻ കോസസ്. ഓപ്ഷൻസ്: എ ഹൈപ്പർമെട്രോപ്പിയ, ബി മയോപ്പിയ, സി സ്യൂഡോ മയോപ്പിയ, ഡി സ്യൂഡോ ഹൈപ്പർമെട്രോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമുക്ക് എക്സസീവ് അക്കോമഡേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ സ്യൂഡോ മയോപ്പിയാണ് ഉണ്ടാവുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് നമ്മൾ ക്ലിനിക്സിൽ ഇപ്പോൾ പേഷ്യൻസ്, കൂടുതലും ചിൽഡ്രൻസിൽ കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ AR ഒക്കെ എടുക്കുമ്പോൾ അവരിൽ എന്ത് കാണും? ഫസ്റ്റ് ഒരു മൈനസ് പവർ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മയോപ്സ് ആണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളൊരു സൈക്ലോപേജിക് റിഫ്രാക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൈനസ് പവർ എന്ത് ചെയ്യും? ഡിസപ്പിയർ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് പൊതുവേ സ്യൂഡോ മയോപ്പിയ എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ARലൊക്കെ നമ്മൾ ടാർഗറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്ത് വരും? അവിടെ അക്കോമഡേഷൻ്റെ ഒരു എക്സസ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നതാണ്? ഒരു മൈനസ് പവർ, കണ്ണിൻ്റെ പവർ ആ ഒരു അക്കോമഡേഷൻ കാരണം എന്ത് ചെയ്യും? മസിൽസിൻ്റെ ആ ഒരു ഓവർ ആക്ഷൻസ് കാരണമായിട്ട് ടോട്ടൽ പവർ കൂടും. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് വരും? നമുക്ക് അതിനുള്ള കറക്ഷനായിട്ടുള്ള ഒരു മൈനസ് പവർ എന്ത് ചെയ്യും? കാണിക്കും. അങ്ങനെയാണ് നമ്മൾ മയോപ്സ് ആണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൈക്ലോപേജിക് റിഫ്രാക്ഷനൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മളുടെ അക്കോമഡേഷൻ എഫേർട്ടൊക്കെ എന്താവും? റിലാക്സ് ആവും. അപ്പോൾ നമുക്ക് നമ്മളെ എക്സാക്ട് പവർ കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ മൈനസ് പവർ ഡിസപ്പിയർ ആവുകയും ചെയ്യും. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ സ്യൂഡോ മയോപ്പിയ എന്ന് പറയാറുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ കോമണസ്റ്റ് ഫോം ഓഫ് മയോപ്പിയ? ഓപ്ഷൻസ്: എ ആക്സൽ മയോപ്പിയ, ബി കർവേച്ചറൽ മയോപ്പിയ, സി പൊസിഷണൽ മയോപ്പിയ, ഡി ഇൻഡെക്സ് മയോപ്പിയ. ഇതിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആക്സൽ മയോപ്പിയ ആണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് കാണുന്നത്. ആക്സൽ മയോപ്പിയ എപ്പോഴാണ് സംഭവിക്കുക? നമ്മുടെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ലെങ്ത് ഓഫ് ദ ഐബോൾ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ആക്സൽ മയോപ്പിയ ഉണ്ടാവുക. നെക്സ്റ്റ് കർവേച്ചറൽ മയോപ്പിയ. കർവേച്ചറൽ മയോപ്പിയ എപ്പോഴാണ് സംഭവിക്കുക? നമ്മുടെ കോർണിയയുടെ കർവേച്ചർ കൂടുമ്പോൾ, കോർണിയയുടെയോ ലെൻസിൻ്റെയോ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് കർവേച്ചറൽ മയോപ്പിയ ഉണ്ടാവുക. കർവേച്ചർ കൂടുക എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കുറയാന്നുള്ള ഒരു മീനിങ് കൂടെ ഉണ്ട്, അതുകൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പൊസിഷണൽ മയോപ്പിയ. പൊസിഷണൽ മയോപ്പിയ എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ പ്ലേസ്മെൻറ്റ് ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ് ഇൻ ദ ഐ, അതാണ് പൊസിഷണൽ മയോപ്പിയ കോസ് ചെയ്യുന്നത്. ഇനി ഇൻഡെക്സ് മയോപ്പിയ എപ്പോഴാണ് സംഭവിക്കുക? നമ്മളുടെ ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോഴാണ് ഇൻഡെക്സ് മയോപ്പിയ ഉണ്ടാവുക. അത് നമ്മളെ ന്യൂക്ലിയർ സ്ക്ലെറോസിസൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വിച്ച് ഇസ് ദ കോമണസ്റ്റ് ഫോം ഓഫ് മയോപ്പിയ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആക്സൽ മയോപ്പിയ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 millimeter increase in axial length of the eyeball leads to myopia of. Options:
എ 2 ഡയോപ്റ്റർ, ബി 3 ഡയോപ്റ്റർ, സി 4 ഡയോപ്റ്റർ, ഡി 6 ഡയോപ്റ്റർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഹൈപ്പർമെട്രോപ്പിയുടെ കേസിലും ഡിസ്കസ് ചെയ്തതാണ്. ആക്സിൽ ലെങ്ത് 1 മില്ലിമീറ്റർ ഇൻക്രീസ് ചെയ്താൽ ഓപ്ഷൻ ബി 3 ഡയോപ്റ്റർ ആണ് ടോട്ടൽ പവർ കൂടുക. അതായത് ഓപ്ഷൻ ബി 3 ഡയോപ്റ്റർ മയോപ്പിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി 1 മില്ലിമീറ്റർ ആക്സിൽ ലെങ്ത് കുറയാണെങ്കിലോ 3 ഡയോപ്റ്റർ ഹൈപ്പർമെട്രോപ്പി ഉണ്ടാവും. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 millimeter decrease in the radius of curvature of cornea leads to myopia of options A 2 diopter, B 3 diopter, C 4 diopter, D 6 diopter. ഇതിൻ്റെ ആൻസർ എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ 1 millimeter കുറയാന്ന് പറഞ്ഞാലും കർവേച്ചർ 1 millimeter കൂടാന്ന് പറഞ്ഞാലും അങ്ങനെയും ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ. രണ്ടും സെയിം ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി 6 diopter ആണ്. ആക്സിൽ ലെങ്ത്തിലുള്ള ചേഞ്ച് വരുമ്പോൾ അവിടെ 3 diopter ആണ് പവറിൽ വരുന്ന ചേഞ്ച്. എന്നാൽ കർവേച്ചറിലേക്ക് വരുമ്പോൾ അവിടെ 6 ഡയോപ്റ്ററോളം ചേഞ്ച് ആണ് വരുന്നത്. അത് മയോപ്പിയയുടെ കേസ് ആകുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കുറയാന്നും പറയാം, അല്ലെങ്കിൽ കർവേച്ചർ കൂടാന്നും പറയാം. അപ്പോൾ 6 ഡയോപ്റ്റർ മയോപ്പാവും. ഇനി ഹൈപ്പർമെട്രോപ്പിയുടെ കേസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺജനൈറ്റൽ മയോപ്പിയ മേ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ മാർഫൻ സിൻഡ്രം, ബി ഹോമോസിസ്റ്റിനൂരിയ, സി കൺജനൈറ്റൽ അഫാക്കിയ, ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ എന്താണ്? കൺജനിറ്റൽ മയോപ്പിയ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാർഫൻ സിൻഡ്രത്തോടു കൂടെയും ഓപ്ഷൻ ബി ഹോമോസിസ്റ്റിനൂരിയ, ഇത് രണ്ടിൻ്റെയും കൂടെ നമുക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റാറുണ്ട്. പിന്നെ ഓപ്ഷൻ സി കൺജനിറ്റൽ അഫാക്കിയ എന്താണ്? അത് മെയിനായിട്ട് ഹൈപ്പർമെട്രോപ്പിയുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്ത് കാണുക. കാരണം കൺജനിറ്റൽ അഫാക്കിയ എന്ന് പറയുമ്പോൾ അവിടെ ലെൻസ് ഇല്ല, ക്രിസ്റ്റൽ ലെൻസ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്തായാലും ഹൈപ്പർമെട്രോപ്പിക് കണ്ടീഷൻ ആയിരിക്കും, മയോപ്പ് എന്തായാലും ആവില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. പിന്നെ ഈ കൺജനിറ്റൽ മയോപ്പിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് എറർ, ഹൈ ഡിഗ്രി ഓഫ് എറർ ആണ് അതിലുണ്ടാവുക. അത് യൂഷ്വലി ഒരു 8 to 10 ഡയോപ്റ്റർ ആണ് ഉണ്ടാവുക. മോസ്റ്റ്ലി റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓൾസോ നോൺ ആസ് സ്കൂൾ മയോപ്പിയ? ഓപ്ഷൻസ് എ കൺജനിറ്റൽ മയോപ്പിയ, ബി സിമ്പിൾ മയോപ്പിയ, സി പാത്തോളജിക്കൽ മയോപ്പിയ, ഡി അക്യൂറേറ്റ് മയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സിമ്പിൾ മയോപ്പിയ ആണ്. സിമ്പിൾ മയോപ്പിയെ തന്നെ നമുക്ക് ഡെവലപ്മെൻറ്റൽ മയോപ്പിയ, അതുപോലെ ഫിസിയോളജിക്കൽ മയോപ്പിയ എന്നൊക്കെ പറയാം. അതൊരു ഫിസിയോളജിക്കൽ എറർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇത് വേറെയുള്ള ഡിസീസുമായിട്ടൊന്നും അസോസിയേറ്റ് ചെയ്തിട്ട് കാണാറില്ല. നമ്മൾ ഐ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഒരു സ്കൂൾ ഗോയിങ് ഏജിൽ കുട്ടികളിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് എറർ ആണ്. ഒരു 8 to 12 ഇയേഴ്സിനുള്ളിലാണ് കൂടുതലായിട്ട് ഇത് കാണാറുള്ളത്, സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെ കൺജനിറ്റൽ മയോപ്പിയൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ ഡിഗ്രി ഓഫ് റിഫ്രാക്റ്റീവ് എറർ ഒന്നും കോമൺ ആയിട്ട് കാണാറില്ല. ഒരു 2 ഡയോപ്റ്ററിന് താഴേക്ക് ആയിട്ടാണ് യൂഷ്വലി കാണാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാത്തോളജിക്കൽ മയോപ്പിയ ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് എ ഡീജനറേറ്റീവ് മയോപ്പിയ, ബി പ്രോഗ്രസീവ് മയോപ്പിയ, സി ഡെവലപ്മെൻറ്റൽ മയോപ്പിയ, ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ്. പാത്തോളജിക്കൽ മയോപ്പിയെ നമുക്ക് ഡീജനറേറ്റീവ് മയോപ്പിയ എന്നും പ്രോഗ്രസീവ് മയോപ്പിയ എന്നും പറയാം. പാത്തോളജിക്കൽ മയോപ്പിയ എന്തുകൊണ്ടാണ് പ്രോഗ്രസീവ് മയോപ്പിയ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് യൂഷ്വലി ഒരു ചൈൽഡ്ഹുഡിലാണ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 5 to 10 ഇയേഴ്സിനുള്ളിൽ. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റാപ്പിഡായിട്ട് എന്ത് ചെയ്യും, അത് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങും. വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 4 ഡയോപ്റ്ററൊക്കെ അത്രത്തോളം എന്ത് ചെയ്യും, ഇയർലി ചേഞ്ച് തന്നെ ഉണ്ടാവും എന്നാണ് പറയുക. 4 ഡയോപ്റ്ററോളം ഇയർലി അത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. എന്നിട്ട് ഒരു 20 ഏജൊക്കെ ആകുമ്പോൾ അത് സ്റ്റെബിലൈസ്ഡ് ആവും. അപ്പോൾ അത്രത്തോളം റാപ്പിഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രോഗ്രസീവ് മയോപ്പിയ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ ഡീജനറേറ്റീവ് മയോപ്പിയ എന്ന് പറയാൻ കാരണം യൂഷ്വലി ഇതൊരു അഡൾട്ട് ലൈഫിലേക്കൊക്കെ എത്തുമ്പോൾ, ഇയർലി അഡൾട്ട് ലൈഫിലൊക്കെ ഇത് ഒരുപാട് നമ്മുടെ ഐയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാവും. അതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാത്തോളജിക്കൽ മയോപ്പിയെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഡീജനറേറ്റീവ് മയോപ്പിയ എന്നും കൂടെ പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all are signs of pathological myopia except options A prominent eyeballs, B cornea is small, C magnitude of refractive error increases by as much as 4 diopter yearly and usually stabilizes at about the age of 20, D pupils are slightly large. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ പറഞ്ഞതിൽ പാത്തോളജിക്കൽ മയോപ്പിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ സയൻസുമായിട്ട് ബന്ധപ്പെടാത്തത്. ഓപ്ഷൻ ബി കോർണിയ സ്മോൾ എന്നുള്ളതാണ്. സാധാരണ കോർണിയ ലാർജ് ആയിരിക്കും പാത്തോളജിക്കൽ മയോപ്പിയയുടെ കേസിൽ. ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണ്. നല്ല പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഐബോൾസ് ആയിരിക്കും. അതുപോലെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും, 4 ഡയോപ്റ്ററൊക്കെ വെച്ചിട്ട് ഇയർലി വെച്ച് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പിന്നെ അതുപോലെ പ്യൂപ്പിൾസ് എന്തായിരിക്കും, സ്ലൈറ്റ്ലി ലാർജ് ആയിരിക്കും. അതുപോലെ
പ്യൂപ്പിൾസ് സ്ലഗ്ഗിഷ് ആയിട്ടായിരിക്കും ലൈറ്റിനോടൊക്കെ റിയാക്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റി ഡിസ്ക് അപ്പിയറൻസ് ഇൻ പാത്തോളജിക്കൽ മയോപ്പിയ. ഓപ്ഷൻസ്: എ ലാർജ് ആൻഡ് പെയിൽ, ബി സ്മോൾ ആൻഡ് റെഡിഷ്, സി സീൻ സ്യൂഡോപാപ്പലൈറ്റിസ്, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? പാത്തോളജിക്കൽ മയോപ്പിയയിൽ ഒപ്റ്റി ഡിസ്കിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ലാർജും ആയിരിക്കും പെയിലും ആയിരിക്കും. അതുപോലെ നമുക്കതിൽ മയോപ്പിക് ക്രസൻ്റ് ഒക്കെ കാണാൻ പറ്റും. മയോപ്പിക് ക്രസൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റി ഡിസ്കിൻ്റെ മെയിനായിട്ട് ടെമ്പറൽ സൈഡിലായിട്ട് അതിൻ്റെ ഡിസ്ക് മാർജിനിൽ നിന്നും നമ്മുടെ റെറ്റിനയും കൊറോയിഡും എന്ത് ചെയ്യും, അവിടെ നിന്ന് ജസ്റ്റ് ഡിസ്ട്രാക്ട് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു സൈനാണ് നമ്മൾ ടെമ്പറൽ മയോപ്പിക് ക്രസൻ്റ് ആയിട്ട് പറയാം. ടെക്സ്റ്റിൽ അതിൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ലാർജ് ആൻഡ് പെയിൽ ആണ്. ബാക്കി സ്മോൾ ആൻഡ് റെഡിഷ് ആയിട്ട് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? നമുക്ക് ഹൈപ്പർമെട്രോപ്പിയുടെ കേസിലാണ് കാണാൻ പറ്റുക. അതുപോലെ സ്യൂഡോപാപ്പലൈറ്റിസും വരുന്നത് ഹൈപ്പർമെട്രോപ്പിയുടെ കോംപ്ലിക്കേഷനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ടെമ്പറൽ മയോപ്പിക് ക്രസൻ്റിൻ്റെ ഒരു പിക്ചറാണ്. ഇതിൽ ആ ഒരു ഡിസ്ക് മാർജിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ആ ഒരു കൊറോയിഡും സ്ക്ലിയറയും അതുപോലെ റെറ്റിനിൻ്റെ അവിടെയൊക്കെ ഒരു സെപ്പറേഷൻ കാണാം, ഒരു ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിക്ചർ കാണിച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാറ്റേസ് ഡീജനറേഷൻ ഈസ് സീൻ ഇൻ. ഓപ്ഷൻസ്: എ മയോപ്പിയ, ബി ഹൈപ്പർമെട്രോപ്പിയ, സി അഫാക്കിയ, ഡി പ്രസ്ബയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ മയോപ്പിയ ആണ്. മയോപ്പിയയിലാണ് നമുക്ക് ലാറ്റേസ് ഡീജനറേഷൻ കാണാൻ പറ്റുക. ഇതിനെ തന്നെ സ്നെയിൽ ട്രാക്ക് ലീഷൻ എന്നും പറയാറുണ്ട്. റെറ്റിനയിലും കൊറോയിഡിലും ഒക്കെ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുന്ന കാരണമായിട്ടാണ് ഈ ഒരു കണ്ടീഷനൊക്കെ വരുന്നത്. ഇത് കൂടാണ്ട് ഫോസ്റ്റ് ഫുഡ് സ്പോട്സ്, അതുപോലെ സിസ്റ്റോയിഡ് ഡീജനറേഷൻ, പിന്നെ റെറ്റിനൽ ടിയേഴ്സ്, ഹെമറേജ്, ഇതൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ഇതും ഉണ്ടാവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോംപ്ലിക്കേഷൻസ് ഓഫ് പാത്തോളജിക്കൽ മയോപ്പിയ. ഓപ്ഷൻസ്: എ റെറ്റിനൽ ടിയേഴ്സ്, ബി കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്, സി ന്യൂക്ലിയർ സ്ക്ലീറോസിസ്, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ പറഞ്ഞ എല്ലാം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഇതിൽ പറഞ്ഞ എല്ലാം എന്താണ്? പാത്തോളജിക്കൽ മയോപ്പിയയുടെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. റെറ്റിനൽ ടിയേഴ്സ്, അതുപോലെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാം, പിന്നെ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് ഉണ്ടാവാം, പിന്നെ ന്യൂക്ലിയർ സ്ക്ലീറോസിസ്, അത് കുറച്ചുകൂടെ കോമൺ ആയിട്ട് കാണാറുള്ളതാണ് മയോപ്പിക് കേസസുകളിൽ. പിന്നെ ഇവ കൂടാതെ തന്നെ വിട്രിയസ് ഹെമറേജ് ഉണ്ടാവാം, അതുപോലെ കൊറോയിഡൽ ഹെമറേജ്, ത്രോംബോസിസ്, ഈ പറഞ്ഞവയെല്ലാം പാത്തോളജിക്കൽ മയോപ്പിയയുടെ കോംപ്ലിക്കേഷനായിട്ട് സംഭവിക്കാവുന്നതാണ്. പിന്നെ യൂഷ്വലി നമ്മൾ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഉണ്ട്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന റിഫ്രാക്റ്റീവ് എററും മയോപ്പിയ ആണ്. അതും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡ്രഗ് ഇൻഡ്യൂസസ് മയോപ്പിയ? ഓപ്ഷൻസ്: എ കോളിനർജിക് ഡ്രഗ്സ്, ബി സ്റ്റീറോയിഡ്സ്, സി സൾഫണമൈഡ്സ്, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഈ പറഞ്ഞ എല്ലാ ഡ്രഗ്സും എന്ത് ചെയ്യുന്നുണ്ട്? മയോപ്പിയ ഇൻഡ്യൂസ് ചെയ്യും. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. കോളിനർജിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അതിൽ എക്സാമ്പിളാണ് പൈലോകാർപ്പിൻ, എക്കോതയോഫേറ്റ്, ഡൈ ഐസോപ്രോപ്പൈൽ, ഫ്ലൂറോഫോസ്ഫേറ്റ് ഒക്കെ. പിന്നെ അതുപോലെ സ്റ്റീറോയിഡ്സ് മയോപ്പിയ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സൾഫണമൈഡ്സ്, ഇവയൊക്കെ മയോപ്പിയ ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന ഭാഗത്തു നിന്നുള്ള മയോപ്പിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഹൈപ്പർമെട്രോപ്പിയും സ്യൂഡോഫാക്കിയ, ഫാക്കിയ, ഇതൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ അസ്റ്റിഗ്മാറ്റിസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവും. മിക്കവാറും ഞാൻ ചൊവ്വാഴ്ച ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ എക്സാമിൻ്റെയോ കൺഫർമേഷൻ കൊടുക്കേണ്ടതോ അതുപോലെ സിലബസൊക്കെ അപ്ഡേറ്റ്സ് ആകുമ്പോൾ ഞാനത് യൂട്യൂബിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.